ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താ, വാട്ട് ഈസ് എ സെൽ? എന്താണ് സെല്ല്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡി ഇസ് കംപ്ലീറ്റ്ലി മെയ്ഡപ്പ് ഓഫ് സെൽസ്. എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ കോടാനുകൂടി സെല്ലുകൾ ഉണ്ടാവും അല്ലേ? നമുക്ക് ലക്ഷക്കണക്കിന് സെല്ലുകൾ ചെറിയൊരു ടിഷ്യൂ തന്നെ എടുക്കാൻ പറ്റും. സെല്ല് കൊണ്ടാണ് ടിഷ്യൂസ് ഉണ്ടാക്കിയത്. അതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് അനിമൽസിന് മാത്രമാണോ? പ്ലാന്റ്സിനും, പ്ലാന്റ് ബോഡി ഈസ് ഓൾസോ മെയ്ഡപ്പ് ഓഫ് സെൽസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ആ സെല്ലിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു, ഒരു ബോഡിക്കകത്തുള്ള എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സിസ്റ്റംസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ പഠിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള നമ്മുടെ സെല്ലിനകത്ത് എന്ത് നടക്കുന്നുള്ളത് പഠിക്കണ്ടേ? സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ സെൽ ഇസ് എ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ലിവിങ് തിങ്സിൻ്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിരിക്കും സെല്ല്. ആൻഡ് ആരാണ് ആദ്യം സെല്ലിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? ആദ്യം സെല്ലിനെ ഒബ്സർവ് ചെയ്തെന്ന് ചോദിക്കുമ്പം ഒരു സെല്ല് എന്നാണെങ്കിൽ ഞാൻ റോബർട്ട് ഹുക്ക് എന്ന് പറയും. പക്ഷേ ലിവിങ് സെല്ല്, ജീവനുള്ള ഒരു സെല്ലിനെ ആണെങ്കിൽ അത് ആന്റൺ വാൻ ലിവൻഹുക്ക്. ഓക്കെ, ആന്റൺ, അദ്ദേഹത്തിന്റെ സ്പെല്ലിങ് നല്ലപോലെ ശ്രദ്ധിച്ച് എഴുതണം, കാരണം നമ്മൾ പറയുന്ന പോലെയല്ല എഴുതുന്നത്. ഓക്കെ, ആന്റൺ വാൻ ലിവൻഹുക്ക്. സോ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. എവിടുന്നാന്നറിയോ? ഈ മറ്റേ ഡേർട്ടി വാട്ടറില്ലേ, മലിനമായിട്ടുള്ളൊരു വെള്ളത്തിൽ നിന്നും വെള്ളം എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് അതിലൂടെ നോക്കിയപ്പോഴാണ് അദ്ദേഹം മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചത്. അങ്ങനെ, അതായത് ദേ ആർ സിമ്പിൾ സെൽസ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലല്ലേ യൂണിസെല്ലുലർ ഓർഗാനിസംസിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ലിവിങ് സെല്ല്, ഫസ്റ്റ് ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്ത ആളാണ് ആന്റൺ വാൻ ലിവൻഹുക്ക്. മറക്കരുത് കേട്ടോ, പേര് മറക്കരുത്. ആൻഡ് ഇതെന്താണെന്നറിയോ? ഇതാണ് അദ്ദേഹം യൂസ് ചെയ്ത മൈക്രോസ്കോപ്പ്. ഇത് കാണുമ്പോൾ ഒരു ജസ്റ്റ് ഒരു എന്തോ ഒരു മെറ്റൽ പീസ് അതുപോലെയല്ലേ നമുക്ക് തോന്നും. പക്ഷെ ഇത് വലിയ സൈസ് ഒന്നുമില്ല കേട്ടോ, ചെറിയ സൈസേ ഉള്ളൂ. ഇതിൽ എവിടെയാ വെക്കുക എന്നറിയോ? നമ്മളിപ്പോഴത്തെ മൈക്രോസ്കോപ്പിലൊക്കെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. പക്ഷെ ഇതിൽ ഈ ഒരു ആണി പോലെയുള്ള ഒരു ഷാർപ്പ് പോർഷൻ ഇല്ലേ, അതിന് മുകളിൽ ഒരു ഡ്രോപ്പ് വെള്ളം വെച്ച് ഈ അപ്പുറത്തെ ഹോളില്ലേ അതിനുള്ളിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. അതിനുള്ളിൽ ലെൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം. ആൻഡ് ഇദ്ദേഹമാണ് റോബർട്ട് ബ്രൗൺ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആള്. ഓക്കെ, റോബർട്ട് ബ്രൗൺ. ഓക്കെ, അപ്പൊ സെല്ലായി, ന്യൂക്ലിയസ് ആയി. ഇനി അങ്ങോട്ട് നമുക്ക് തിയറീസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ. ആദ്യം സെല്ല് കണ്ടുപിടിച്ചു, പിന്നെ ന്യൂക്ലിയസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് സെല്ലിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വേണം അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഓഫ് കോഴ്സ് വളരെ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. സെല്ല് തന്നെ കാണാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ ന്യൂക്ലിയസ്, പിന്നെയല്ല അതിനുള്ളിലുള്ള ഓർഗാൻസ് അല്ലേ? അപ്പൊ അതിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ആവശ്യമാണ്, മൈക്രോസ്കോപ്പ്. പിന്നീടുള്ള സ്റ്റഡീസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോസ്കോപ്പുകൾ വിവിധ തരമാണ്. അതായത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മൈക്രോസ്കോപ്പിന്റെ ഡെവലപ്മെന്റ് മാറിയിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഐ ഗ്ലാസ്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നൊരു സാധനം. ഒരു മൈക്രോസ്കോപ്പായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഐ ഗ്ലാസ് എന്ന് വിളിക്കാം. പിന്നീട് ഇങ്ങനെ ഇത് നമ്മുടെ ലിവൻഹുക്കിന്റെ മൈക്രോസ്കോപ്പ്, ഇത് നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ മൈക്രോസ്കോപ്പ്, അങ്ങനെ മാറി 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 ഇതാ ഇവിടുന്ന് വന്ന് ഇത് നമ്മുടെ കോമൺ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. പിന്നെ ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ചെറിയ മൈക്രോസ്കോപ്പിൽ നിന്ന് നമ്മൾ ഒരു റൂമിന്റെ വലുപ്പത്തിൽ ഉണ്ടാക്കി വെക്കുന്ന മൈക്രോസ്കോപ്പാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിനൊരു കംപ്ലീറ്റ് വലിയൊരു റൂം വേണം. അത്രയും വലിയ മൈക്രോസ്കോപ്പ് വരെ എത്തി. എന്തിനാ? നമ്മളിപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ എന്താ പറയുക, വലുതിൽ നിന്നും ചെറുതിലേക്കാണ് പോകുന്നത് അല്ലേ? ചെറിയ ചെറിയ സിമ്മായിട്ട് വരെ നമുക്ക് എല്ലാ മെമ്മറീസും കിട്ടും. വലിയ കമ്പ്യൂട്ടർ, ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു റൂം വലുപ്പമുള്ളായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് കയ്യിൽ കിട്ടൂലേ ചെറിയ സാധനങ്ങളൊക്കെ അല്ലെ, ലാപ്ടോപ്പൊക്കെ അല്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ ചെറിയ സാധനത്തിൽ നിന്ന് വലിയ സാധനത്തിലേക്കാണ് പോയത്. എന്തിനാ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചെറിയൊരു സാധനത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, സെൽസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ സെൽ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. സ്ലീഡൻ ആൻഡ് ഷ്വാൻ അല്ലേ? തിയോഡർ ഷ്വാനും MJ സ്ലീഡനും. ആൻഡ് ഇതാണ് സ്ലീഡൻ, ഇതാണ് ഷ്വാൻ. MJ സ്ലീഡനും തിയോഡർ ഷ്വാനും, ഇവർ രണ്ടുപേരും കൂടിയാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മുടെ സ്ലീഡനാണ്
എന്ത് 1838 ഇയർ ശ്രദ്ധിക്കണേ, ഒരു ഇയറിന്റെ വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരുടെയും ഡിസ്കവറീസ് നടന്നിട്ടുള്ളത്. മാത്തിയാസ് സ്ലീഡൻ, അദ്ദേഹത്തിന് നമുക്ക് സ്ലീഡൻ എന്ന് മാത്രം വിളിക്കാം, എന്തിനാ കോംപ്ലിക്കേഷനിലേക്ക് പോകണം അല്ലേ. സോ അദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ബൊട്ടാണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് എന്തിലാണ്? പ്ലാന്റ്സിലാണ്. ഓക്കെ, സോ പ്ലാന്റ്സിനെ എക്സാമിൻ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാന്റ് ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ് ബോഡിയും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് അടുത്തത് നെക്സ്റ്റ് ഇയർ, തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷ്വാന്, അദ്ദേഹം ഒരു സുവോളജിസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വർക്ക് എന്തിലാണ് നടന്നത്? ആനിമൽസിലാണ്. അദ്ദേഹം പറഞ്ഞു ആനിമൽ ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ് ആൻഡ് ഓൾസോ സെല്ലിന് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് ആൻഡ് പ്ലാന്റ് സെൽസിന് സെൽ വോളും ഉണ്ട് എന്ന് പറഞ്ഞു. പ്ലാന്റ്സിനെ പറ്റിയിട്ടും പഠിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. ഓക്കെ, പ്രസൻസ് ഓഫ് സെൽ വോൾ ഇസ് എ യുണീക് ക്യാരക്ടർ ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന് മാത്രമുള്ള ക്യാരക്ടറാണ് സെൽ വോൾ. അതെന്താ പ്ലാന്റ്സിന് മാത്രം? ആനിമൽസിന് ഇല്ല. ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ലല്ലോ, പ്ലാന്റ്സിന് മാത്രമല്ലേ ഉള്ളൂ. സോ അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരുടെയും കമ്പൈൻ ചെയ്തിട്ട് സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. ഷ്വാൻ പ്രപ്പോസ്ഡ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ ബോഡീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. പിന്നെ വേറൊരാൾ റുഡോൾഫ് വിർഷോ 1855, അതായത് മറ്റവരുടെ രണ്ടുപേരുടെയും തിയറിക്ക് എങ്ങനെയാണ് സെല്ലിന്റെ ഒറിജിൻ എന്നോ അങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആരാണ് വന്നത്? റുഡോൾഫ് വിർഷോ ഈ ഒരു തിയറിനെ മോഡിഫൈ ചെയ്തു, സെൽ തിയറിനെ മോഡിഫൈ ചെയ്തു. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എന്താണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്? ഓൾറെഡി എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നുമാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നത്, അല്ലാതെ സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ല. ഒന്നുമില്ലാത്തതിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല, ഓൾറെഡി ഉള്ള സെല്ലിൽ നിന്നുമാണ് പുതിയൊരു സെൽ ഉണ്ടാവുന്നത്. സോ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ആൻഡ് അദ്ദേഹം അതിനെന്താ പറയുക? ഓംനിസ് സെല്ലുലാ ഈ സെല്ലുലാ. Omnis cellula e cellula. Okay, that is new cells are formed from pre-existing cells. Omnis cellula e cellula. He modified the hypothesis of Schleiden and Schwann to give cell theory a final shape. ഒരു ഫൈനലിസ്റ്റ് ഷേപ്പ് കൊടുത്തു. And this is cell theory. All living organisms are composed of cells and പ്രോഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ് ആൻഡ് അവർ സെല്ലിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഓൾ സെൽസ് റൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്. ഓക്കെ, സെല്ലിനെ പറ്റിയിട്ട് പറയണ്ടേ, സെല്ല് എങ്ങനെ ഉണ്ടായെന്ന് പറയണ്ടേ. സോ ഓൾ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, ആൻഡ് അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് സെല്ലിൻ്റെ ഓർഗനൽസിനെ പറ്റിയിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ സെല്ലിന് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ഓവറോൾ എന്ന് പറയും. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം സെല്ലിന് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. പിന്നോ ഇല്ലേ, ഔട്ടർ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് സെല്ലിനുള്ള എല്ലാ കണ്ടൻസിനെയും പൊതിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ആയിട്ട് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് എ ന്യൂക്ലിയസ്. യെസ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ് അല്ലേ. പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. പ്രോകാരിയോട്സ് ആർ ദോസ് ഓർഗാനിസം ദാറ്റ് ഡസന്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പക്ഷേ യൂകാരിയോട്സിന് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എടുത്തു പറയണം യൂകാരിയോട്സിന്റെ കേസ് ആണെന്ന്. ആൻഡ് ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ക്രോമോസോംസ് വിച്ച് ഇൻ ടേൺ കണ്ടെയ്ൻ ദ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഇസ് DNA. ഓക്കെ, DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കണ്ടെയ്ൻ ചെയ്യുന്ന, അല്ലെങ്കിൽ DNA ചുറ്റിക്കൊണ്ടുണ്ടായിട്ടുള്ള നമ്മളെ ക്രോമോസോം ഈ ന്യൂക്ലിയസിനകത്താണ് ഉള്ളത്. ആൻഡ് എ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് കോൾഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഇസ് എ സെമി ഫ്ലൂയിഡ് മെട്രിക്സ്. ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് നിങ്ങൾ പഠിച്ച് വെക്കണം. ബിക്കോസ് നമ്മൾ എഴുതുമ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് എഴുതണം. ഒരു ഫ്ലൂയിഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശരിയാവില്ല. അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ്സ് എ സെമി ഫ്ലൂയിഡ് മെട്രിക്സ്, സൈറ്റോപ്ലാസം. And it occupies the volume of cell. അതായത് സെല്ലിനെ മാക്സിമം വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത് സൈറ്റോപ്ലാസം ആണ്. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്. യൂകാരിയോട്സിന് മാത്രമാണ് ഈ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉള്ളത്, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള സെൽ ഓർഗനൽസ് ഉള്ളത്. ഏതൊക്കെ ഓർഗനൽസ് ഒക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, റൈസോസോം, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ്, vacuoles, chloroplast. Vacuoles, chloroplast is
പെർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. ആനിമൽസിനുണ്ടോ? ആനിമൽസിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ? ആനിമൽസിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് പോയി നിന്നിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? പക്ഷെ നമുക്കില്ല, ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. ആൻഡ് റൈബോസോം, ഇത് യൂക്കാരിയോട്ടിന് മാത്രമാണോ? അല്ല, ഇത് പ്രോകാരിയോട്ടിനും യൂക്കാരിയോട്ടിനും ഉള്ള ഒരു ഓർഗൻ ആണ്. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ അല്ല, നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആണ് റൈബോസോം. ആൻഡ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട്. സെൻട്രോസോം ആനിമൽ സെല്ലിനാണ് ഉള്ളത്. സെൻട്രോസോം ദാറ്റ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. ഓക്കെ, സോ റൈബോസോം നമ്മുടെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലും കാണും. റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓക്കെ, സൈറ്റോപ്ലാസം എന്ന് പറയാം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഓർഗനൽസ് ഇല്ലേ, അതിൽ 2 ഓർഗനൽസിൻ്റെ ഉള്ളിലും ഈ റൈബോസോം കാണും. എവിടേക്കാണെന്നറിയോ? നമ്മളെ മൈറ്റോകോൺട്രിയക്കകത്തും ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റിനകത്തും റൈബോസോം ഉണ്ട്. അതെന്താണെന്നറിയോ? റൈബോസോം ഇവർ 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയ ഒരു സെൽ ഓർഗനലാണ്, അത് നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ളതാണ്. ക്ലോറോപ്ലാസ്റ്റ് ഒരു സെൽ ഓർഗനലാണ്, അതും പ്ലാന്റ് സെൽസിൻ്റെ അകത്തുള്ളതാണ്. ഇവരുടെ അകത്ത് നമ്മുടെ റൈബോസോം ഉണ്ട്. റൈബോസോം ഇവരുടെ പുറത്തും ഉണ്ട്, ഇവർക്ക് അകത്തും ഉണ്ട്. ഒരു ഓർഗനലിൻ്റെ അകത്ത് വേറൊരു ഓർഗനൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള 2 ഓർഗനൽസ് ആണ് ഇവർ. ഇവിടെയുണ്ട് നമ്മളെ റൈബോസോം, ഇവർക്ക് അകത്തും ഉണ്ട് റൈബോസോം. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ഇവർക്കകത്ത് റൈബോസോം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇവര് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ഇവർക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് റൈബോസോം. പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? mRNA വായിച്ചിട്ടാണ് റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. സോ ദിസ് ഇസ് DNA. DNA നിന്നും RNA ഉണ്ടാവുന്നു. വെറും RNA അല്ല, mRNA വായിച്ചിട്ട് റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. സിമ്പിൾ പ്രോസസ്. ഇതൊക്കെ നമ്മൾ +2 പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് സെൽസ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ സൈസ്. അവരുടെ ലൊക്കേഷൻ, അവരുടെ ഫങ്ഷൻ, ഇതിനൊക്കെ അനുസരിച്ച് സെൽസിൻ്റെ രൂപം, ഭാവം ഒക്കെ മാറും. ഓക്കെ, സെൽസിന് സൈസ് വ്യത്യാസമുണ്ട്, ഷേപ്പ് വ്യത്യാസമുണ്ട്. അതിൽ സൈസിൻ്റെ വ്യത്യാസം നോക്കിയേ. മൈക്കോപ്ലാസ്മ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് അല്ലേ, 0.3 മൈക്രോമീറ്റർ മാത്രമേ ഉള്ളൂ മൈക്കോപ്ലാസ്മയുടെ സൈസ്. ബാക്ടീരിയയ്ക്കാണെങ്കിലോ 3 to 5 മൈക്രോമീറ്റർ. എഗ് ഓഫ് എൻ ഓസ്ട്രിച്ച് ലാർജസ്റ്റ് ലിവിങ് സെൽ അല്ലേ, അതിലാണെങ്കിലോ അതിൻ്റെ സൈസ് പറയുന്നില്ല. ആൻഡ് ഹ്യൂമൻ RBC 7 മൈക്രോമീറ്റർ ആണ് ഉള്ളത്. ഓസ്ട്രിച്ചിൻ്റെത് എന്താ മൈക്രോമീറ്റർ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? വലിയ സെല്ലല്ലേ. ഓക്കെ, ഷേപ്പ് ഒന്ന് നോക്കിക്കേ. സെൽസിന് നമുക്ക് പല ഷേപ്പുള്ള പല തരത്തിലുള്ള സെൽസിനെ അറിയാം. എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഷേപ്പ് എന്താണെന്നറിയാം, നെർവ് സെൽസിൻ്റെ ഷേപ്പ് എന്താണെന്നറിയാം ഇല്ലേ. നമ്മുടെ ട്രക്കീഡ്സ് എന്താ? നമ്മുടെ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഇല്ലേ, സൈലം ഫ്ലോയം, അവരിലുള്ള ആളാണ്, അതിൽ സൈലത്തിലുള്ള ആളാണ് ട്രക്കീഡ്സ്. നെർവ് സെൽസ് ആൻഡ് മീസോഫിൽ സെൽസ് പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള നമ്മളെ കോർട്ടെക്സിന് പകരം മീസോഫിൽ റീജിയൻ ആണല്ലോ ഉള്ളത് പ്ലാന്റ്സിന്റെ ലീവ്സിൽ. മീസോഫിൽ സെൽസ് അതിൽ തന്നെ പാലിസൈഡ്, പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻസിയേഷനും ഉണ്ട്. നമ്മൾ അനാറ്റമിയിൽ പഠിച്ചതല്ലേ, പ്ലാന്റ് അനാറ്റമിയിൽ. ആൻഡ് RBC ആൻഡ് WBC. യെസ്, RBC WBC. RBCക്ക് ബൈകോൺകേവ് ഷേപ്പാണ്. WBCക്ക് ആണെങ്കിലോ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട് അല്ലേ, ന്യൂക്ലിയസിന് വ്യത്യാസം വരും. സോ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സെൽസ് ആർ സീൻ. ഇതാണ് നമ്മുടെ നെർവ് സെൽസ്, ട്രക്കീഡ്സ്, മീസോഫിൽ സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, നമ്മുടെ WBCs, RBCs. സോ സെൽസ് തന്നെ പലതരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി ഇവർക്കൊക്കെ ഏകദേശം കോമൺ എന്ന് പറയാൻ പറ്റുന്ന ഇവരുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ്, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് സ്ട്രക്ചേഴ്സ് മാത്രമല്ല, അവരുടെ ഫങ്ഷനും ഉണ്ട്. ഓക്കെ, ഓരോ ഓർഗനൽസിൻ്റെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഒരു സ്ട്രക്ചറും. ഓക്കെ, ആദ്യമായിട്ട് ആരെ പഠിക്കുക? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്, പ്രോകാരിയോട്ടിക് സെൽസിനെ പറ്റി പഠിക്കാം. ഇത് യൂക്കാരിയോട്ടിക് സെല്ല്, ഇതാണ് പ്രോകാരിയോട്ടിക് സെല്ല്. നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ടിപ്പിക്കലായിട്ട് ബാക്ടീരിയൽ സെല്ലാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ഇതാ നോക്കിയേ, പ്രോകാരിയോട്ടിക് സെൽസ് നമ്മൾ അധികം റെപ്രസെന്റ് ചെയ്യുന്നത് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ, PPLO, പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, PPLO. ഓക്കെ, സോ അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ അധികവും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ടിപ്പിക്കലായിട്ട്, അല്ലാതെ എല്ലാവരും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ദേ ആർ ജനറലി സ്മോളർ ആൻഡ് മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി ദാൻ യൂക്കാരിയോട്ടിക് സെൽസ്.
ആൻഡ് വി നോ ബാക്ടീരിയക്ക് എത്ര പെട്ടെന്നാലേ മൾട്ടിപ്ലൈ ചെയ്യുക, യൂക്കാരിയോട്ടിക് സെൽസിനേക്കാളും സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, ഈ പ്രോകാരിയോട്സ് ഒക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു സെല്ലാണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്. ആ ഒരു സെല്ലിന് കംപ്ലീറ്റ് സ്ട്രക്ചറോ അതിൻ്റെ കംപ്ലീറ്റ് ഓർഗനൽസോ ഇല്ലെങ്കിൽ അവർ ലിവിങ് ആയിരിക്കില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെല്ല്, അതൊരൊറ്റ സെല്ലോ ആയിക്കോട്ടെ, അത് ഒരു പ്രോകാരിയോട്ടായിട്ട് ജീവിക്കാൻ പറ്റും. അതിന് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും, എബിലിറ്റി ഉണ്ട്. അതിന് തെളിയിക്കുന്ന ആൾക്കാരാണ് ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ബാക്ടീരിയയൊക്കെ അതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഒരൊറ്റ സെല്ല് ഒരു ജീവനായിട്ട് ജീവിക്കുന്നു. നമുക്കൊക്കെ എത്ര സെല്ലുണ്ട് അല്ലേ? സോ ദേ മേ വാരി ഗ്രേറ്റ്ലി ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ഓഫ്കോഴ്സ് ബാക്ടീരിയയുടെ പല ഷേപ്പ് നമ്മൾ പഠിച്ചതാണ് നമ്മളെ തുടക്കത്തിൽ അല്ലേ? സ്പൈറൽ, സ്പിറില്ലം, കോമ ഷേപ്ഡ്, വിബ്രിയോ അല്ലേ, റോഡ് ഷേപ്ഡ്, ബാസിലസ്, സ്പിറിക്കൽ, കോക്കസ് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ദിസ് ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ എ യൂക്കാരിയോട്ടിക് സെൽ ആൻഡ് പ്രോകാരിയോട്ടിക് സെൽസ്. യൂക്കാരിയോട്ടിക് സെൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും, പ്രോകാരിയോട്ടിക് സെൽസ് വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ സ്മോൾ ആയിരിക്കും. And this is PPLO, this is a typical bacteria, these are viruses, and this is a typical eukaryotic cell. എത്ര ഓർഗനൽസ് ഉണ്ട് അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സൈസ് ഉള്ളൂ ഇവർക്കൊക്കെ. ആൻഡ് സെൽ വോൾ, ബാക്ടീരിയൻ്റെ ഒക്കെ ടിപ്പിക്കൽ ആയിട്ട് പറയാണ്, നമ്മൾ എടുത്തു പറയാണ്, സെൽ വോൾ സറൗണ്ടിങ് ദി സെൽ മെംബ്രെയിൻ എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. ദർ ഇസ് എ സെൽ വോൾ. നമുക്കുണ്ട് സെൽ വോൾ ഇല്ലേ? ഉണ്ടോ? ആനിമൽസിന് സെൽ വോൾ ഉണ്ടോ? ഇല്ല, ആനിമൽസിന് സെൽ വോൾ ഇല്ല. പക്ഷേ പ്രോകാരിയോട്സിൽ ദർ ഇസ് എ സെൽ വോൾ സറൗണ്ടിങ് ദി സെൽ മെംബ്രെയിൻ എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദർ ഇസ് എ സൈറ്റോപ്ലാസം. യെസ്, നമ്മുടെ സെല്ലിനും ഉണ്ട് സൈറ്റോപ്ലാസം. നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. നമുക്കറിയാം ഇവർ പ്രോകാരിയോട്ട് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ന്യൂക്ലിയസിന്റെ കാര്യം പറയണ്ട, എന്നാലും എടുത്ത് പറയാം. ദേ ആർ പ്രോകാരിയോട്സ്, ഹെൻസ് ദേ ഡസന്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ദ ജനറ്റിക് മെറ്റീരിയൽ ഇസ് നേക്കഡ്. എന്താ ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആണെന്ന് പറയുന്നത്? അതായത് ഇവർക്ക് ഈ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്തിനുള്ളിലാ? ന്യൂക്ലിയസിനുള്ളിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതിനുള്ളിലൊക്കെ കവർ ചെയ്തിട്ടാണ്. പക്ഷേ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനറ്റിക് മെറ്റീരിയൽ സൈറ്റോപ്ലാസത്തിൽ കിടക്കുവാണ്. സോ ഇറ്റ് ഇസ് നേക്കഡ്, ദാറ്റ് ഇസ് നോട്ട് എൻവലപ്ഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. ആൻഡ് സിംഗിൾ ക്രോമോസോം അല്ലെങ്കിൽ സർക്കുലാർ ക്രോമോസോം, ഒരു സിംഗിൾ ക്രോമോസോം അല്ലെങ്കിൽ സർക്കുലാർ ക്രോമോസോം, ഇവരുടെ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ, നോർമൽ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ ഇവർക്ക് ഒരു പ്രത്യേക ക്യാരക്ടറാണ് ചില ബാക്ടീരിയാസിനൊക്കെ ഉള്ളത്. ഇവരുടെ നോർമൽ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ ഇവർക്ക് ഒരു സിംഗിൾ ക്രോമോസോം അല്ലെങ്കിൽ സർക്കുലാർ ക്രോമോസോം, അതിൻ്റെ പേരാണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ഇതും കൂടി എക്സ്ട്രാ ആയിട്ടുണ്ടാവും. ഒരു സർക്കുലാർ ക്രോമോസോം, ഒരു വട്ടത്തിലുള്ള ക്രോമോസോം. റൈബോസോംസ്, ഇവർക്കും ഉണ്ട് റൈബോസോംസ്. ആൻഡ് റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഓക്കെ, ആലോചിക്കണേ, റൈബോസോം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല, അതുകൊണ്ടാണ് ഇവർക്കുള്ളത്. ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടോ? ഇല്ല. എ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ കോൾഡ് മീസോസോം. അതായത് ഇവരുടെ സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഇവരുടെ സെൽ മെംബ്രെയിനിന് ചില ഇൻവാജിനേഷൻസ് ഉണ്ടാവും. അതിനെയാണ് മീസോസോം എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ആണ് ദാറ്റ് ദീസ് ആർ ഇൻഫോൾഡിങ് ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആയിരിക്കും. ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് സർഫസ് ഏരിയ കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻവേഷൻസ് ഉണ്ടാവും, ഇൻവേഡിങ്സ് ഉണ്ടാവും. ഓക്കെ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടിപ്പിക്കൽ ബാക്ടീരിയ. ഒരു ബാക്ടീരിയയുടെ സെല്ലാണ്, ഇതിനൊരു ഫ്ലജെല്ല ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇവർക്ക് ഈ പറഞ്ഞതിന് പുറമെ ഇവർക്ക് സ്പെഷ്യൽ മോട്ടൈൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ദീസ് ആർ റൈബോസോംസ്, പ്ലാസ്മിഡ്, സർക്കുലാർ DNA കണ്ടോ. പക്ഷേ ഇവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് നേക്കഡ്. ഇത് കവർ ചെയ്തുകൊണ്ട് ഒരു ന്യൂക്ലിയസ് ഒന്നും ഇല്ല. ആൻഡ് ഇവർക്ക് സെൽ വോൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഈവൻ ഒരു ക്യാപ്സ്യൂൾ പോലെയുള്ളത് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിലാദ്യത്തത്, ഇവരുടെ പ്രോകാരിയോട്ടിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നുമില്ല. ആദ്യം നമ്മൾ അവരുടെ സെൽ എൻവലപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കും, പിന്നെ അവരുടെ റൈബോസോമിനെ പറ്റിയിട്ട് നോക്കും ഡീറ്റെയിൽ ആയിട്ട്. അത്രയേ ഉള്ളൂ, അത്ര ഓർഗനൽസ് അല്ലേ ഉള്ളൂ. സോ ബാക്ടീരിയൽ സെൽസ് ഹാവ് എ കെമിക്കലി കോംപ്ലക്സ് സെൽ എൻവലപ്പ്. കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള സെൽ എൻവലപ്പാണ് ബാക്ടീരിയൽ സെല്ലിനുള്ളത്. സെൽ എൻവലപ്പ് 3 ലെയേർഡ് സ്ട്രക്ചർ. സെൽ എൻവലപ്പ് എന്ന്
ടോട്ടലി പറയുന്നതാണ്. അതിന് 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് ഗ്ലൈക്കോ കാലിക്സ് മെംബ്രെയിൻ, സെൽ വോൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനും സെൽ വോളും അതിന് പുറമെ ഒരു ഗ്ലൈക്കോ കാലിക്സ് മെംബ്രെയിനും ഉണ്ടാകും. ആൻഡ് ഗ്ലൈക്കോ കാലിക്സ് മെംബ്രെയിൻ എല്ലാ ബാക്ടീരിയസിലും പ്രസന്റ് അല്ല. ഓക്കെ, ഈ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ആണ് ബാക്ടീരിയാസിന് അല്ലെങ്കിൽ പ്രോകാരിയോട്സിന്. ബാക്ടീരിയാസിന് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ആണ് ഉള്ളത്. പ്ലാന്റ്സിലാണെങ്കിലോ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് അല്ലേ? അനിമൽസിന് സെൽ വോൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ ഫ്യൂസ് അടിച്ചോണം ആയിപ്പോവും. അപ്പോൾ നമ്മൾ +2 +1 പറയുമ്പോൾ മോശമല്ലേ? സോ ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഡിഫറൻസസ് ഇൻ ദ സെൽ എൻവലപ്പ്. അവരുടെ ഈ ഒരു എൻവലപ്പിന്റെ വ്യത്യാസത്തിൽ ഇവരെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ സ്റ്റെയിനിങ് പ്രൊസീജിയർ ഡെവലപ്ഡ് ബൈ ഗ്രാംബസ്. ഗ്രാംബസ് ഇതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അദ്ദേഹം ഒരു സ്റ്റെയിനിങ് കൊണ്ടുവന്നു, പ്രപ്പോസ് ചെയ്തു. എന്താന്ന് വെച്ചാൽ ഈ ബാക്ടീരിയാസിനെയൊക്കെ 2 ആയിട്ട് തിരിക്കുന്ന ഒരു സ്റ്റെയിനിങ് പ്രൊസീജിയറാണ്. ആ സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പർപ്പിൾ കളർ, ഒന്ന് റെഡ് കളർ എന്നുണ്ട്. ഈ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഏത് തരം ബാക്ടീരിയ ആണെന്ന് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. നമുക്ക് 2 തരം ബാക്ടീരിയാസ് ആണുള്ളത്. ഒന്ന് ഗ്രാം പോസിറ്റീവും മറ്റേത് ഗ്രാം നെഗറ്റീവും. ഓക്കെ, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. Those that take up the gram stain are gram positive. ഗ്രാം സ്റ്റെയിനിന്റെ കളർ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ വയലറ്റ് കളറാണ്. അത് റീറ്റെയിൻ ചെയ്യുന്ന ആള് ഗ്രാം പോസിറ്റീവും ആ കളർ പോകുന്ന ആള് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയോ ആണ്. ഇനി എന്താണ് ഈ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവിനും കാരണം എന്നറിയോ? അത് ഇവരുടെ പുറത്തുള്ള ഈ ഒരു ഗ്ലൈക്കോ കാലിക്സ് കോട്ടില്ലേ, അല്ലെങ്കിൽ ഇവരുടെ പുറത്ത് ഒരു പ്രത്യേക തരം കോട്ട് ഉണ്ടാവും. ആ കോട്ട് ഉണ്ടോ ഇല്ലയോ അതാണ് നോക്കുക. നോക്കിക്കേതാ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇതാണ് ഇവരുടെ സൈറ്റോപ്ലാസം. 2 പേർക്കും ഉണ്ട്. അത് നെഗറ്റീവ് ബാക്ടീരിയ, ഇത് പോസിറ്റീവ് ബാക്ടീരിയ. ഓക്കെ, സൈറ്റോപ്ലാസത്തിന് പുറമെ എന്തുണ്ടാവും? സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് മെംബ്രെയിൻ ഏതായിരിക്കും? പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. 2 പേർക്കും ഉണ്ട്. തൊട്ടടുത്ത് അവർക്കൊരു പെരിപ്ലാസ്മിക് സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ വാൾ ഉണ്ട് തൊട്ടടുത്തായിട്ട്. അത് നോക്കാം. ഇത് പറഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത് നോക്കാം. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോള്. ഇതെന്താ? നമ്മുടെ സെൽ വോൾ ആണ്. സിംപ്ലി സെൽ വോൾ എന്ന് പറഞ്ഞാൽ മതി. പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വോള്. ആൻഡ് സെൽ വോൾ കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു മെംബ്രെയിനും ഇല്ല പുറത്ത്. സോ ഇറ്റ് ഇസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ആൻഡ് ഈ ഒരു മെംബ്രെയിൻ ഉള്ള ആള് എന്ത് മെംബ്രെയിൻ ആണ്? ലിപ്പോ പോളിസാക്കറൈഡ് ആൻഡ് പോറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കണ്ടൻസ് ഉള്ള ഗ്ലൈക്കോ കാലിക്സ് മെംബ്രെയിൻ. ഓക്കെ, സോ ഈ ഒരു മെംബ്രെയിൻ ഉള്ള ആള്, ഈ ഗ്രീൻ ലൈൻ ഉള്ള ആളാണ് നെഗറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒരു ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട്. ഗ്രാംബസ് ഡെവലപ്പ് ചെയ്തതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് അവർ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ആൻഡ് ഗ്ലൈക്കോ കാലിക്സ് ഡിഫേഴ്സ് ഇൻ കോമ്പോസിഷൻ ആൻഡ് തിക്നെസ്. ബാക്ടീരിയാസിൽ ഈ ഗ്ലൈക്കോ കാലിക്സ് ഉള്ള ആൾക്കാരിൽ തന്നെ അവരുടെ തിക്നെസ്സിനനുസരിച്ച് അതായത് തിക്നെസ് കൂടുന്നതിന് കുറയുന്നതിനനുസരിച്ച് തന്നെ ബാക്ടീരിയാസിൽ ഓരോ തരത്തിലുണ്ട്. ഒന്ന്, ഇവര് ലൂസ് ഷീത്ത് പോലെയാണ് ഈ ഗ്ലൈക്കോ കാലിക്സ് ഫോം ചെയ്യുന്നത്. അത് സ്ലൈം ലെയർ എന്നാണ് വിളിക്കുക, സ്ലൈം ലെയർ. ഇനി തിക്കും ടഫും ആയിട്ടാണ് ഇവർ, നല്ല തിക്കായിട്ടാണ് ഈ ഗ്ലൈക്കോ കാലിക്സ് മെംബ്രെയിൻ എങ്കിൽ അത് ക്യാപ്സ്യൂൾ എന്നാണ് പറയുക. സപ്പോസ് ദിസ് ഇസ് എ ബാക്ടീരിയൽ സെൽ ആൻഡ് ദിസ് ഇസ് ഓൾസോ ബാക്ടീരിയൽ സെൽ. ആൻഡ് ഗ്ലൈക്കോ കാലിക്സ് ഞാൻ ഇതുപോലെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു സ്മൂത്ത് സ്ലൈമി ലെയർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ലൈം ലെയർ എന്ന് വിളിക്കും. ഇനി വളരെ തിക്കായിട്ട് ടഫായിട്ടുള്ള ഒരു ലെയറാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസ്റ്റിനെ കവർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് മെംബ്രെയിൻ ഏതാണ്? പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ഉണ്ട്. പിന്നെ അതിന്റെ പുറത്തൊരു ഗ്ലൈക്കോ കാലിക്സ് ഉണ്ട്. ആൻഡ് ഈ ഗ്ലൈക്കോ കാലിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ട് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് തിരിക്കാം. ഗ്ലൈക്കോ കാലിക്സ് ഉള്ളത് തന്നെ സ്ലൈം ലെയറും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. ഇത്രയേ ഉള്ളൊരു കൺക്ലൂഷൻ. സിമ്പിൾ അല്ലേ? സെൽ വോൾ ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ സെൽ ആൻഡ് provides a strong structural support to prevent the bacterium from bursting or collapsing. ബാക്ടീരിയ എന്തൊക്കെ അഡ്വേഴ്സ് കണ്ടീഷനിലാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് അവർക്ക് എന്താ പറയുക, അവരുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് സെൽ വാൾ ഉള്ളത്, എല്ലാ സെല്ലിനും ഉള്ളതുപോലെ. സോ അത്രയൊക്കെ തന്നെയേ ഉള്ളൂ.
ആൻഡ് മീസോസോം എന്തായിരുന്നു? മീസോസോം ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ? ഇവിടെ മീസോസോം നമുക്ക് എടുത്തു നോക്കണം. ദ എക്സ്റ്റൻഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ. ദീസ് എക്സ്റ്റൻഷൻസ് ആർ ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ല. വെസിക്കിൾസ് ആയിരിക്കാം, ട്യൂബ്യൂൾസ് ആയിരിക്കാം, ലാമെല്ല ഫോം ആയിരിക്കാം. ഈ ടേംസ് നിങ്ങൾ വീണ്ടും കേൾക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓർഗനൽസ് യൂക്കാരിയോട്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ. വെസിക്കിൾസ്, ട്യൂബ്യൂൾസ്, ലാമെല്ല ഈ ഫോംസിൽ ഇൻവാജിനേഷൻസ് ഫോം ചെയ്യാം. ഓക്കെ, വെസിക്കിൾസ് പറഞ്ഞാൽ റൗണ്ട് ആയിട്ട്, ട്യൂബ്യൂൾസ് പറഞ്ഞാൽ ട്യൂബ്സ് പോലെ, ലാമെല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്. ഓക്കെ, സിമ്പിൾ ലാമെല്ല ഇങ്ങനെ ഓരോ സാക്കായിട്ട്. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ സെൽ വോൾ ഫോർമേഷൻ ഈ ഒരു മീസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് സർഫസ് ടെൻഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ഇല്ലേ? ഇൻക്രീസ് ദ സർഫസ് ടെൻഷൻ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നമുക്ക് ഇതിന് ഇൻവേജിനേഷൻസ് കൂടുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സർഫസ് ടെൻഷൻ കൂടി. ആൻഡ് DNA replication ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. DNA ഡിസ്ട്രിബ്യൂഷൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ അറിവല്ലേ? ആൻഡ് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്രീഷൻ പ്രോസസ്സസ് സെൽ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂടുന്നത് കൊണ്ട് സെക്രീഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദി എൻസൈമാറ്റിക് കണ്ടന്റ്. അപ്പോൾ ഇത്രയുമാണ് മീസോസോമിൻ്റെ ഫങ്ഷൻസ്. നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നോക്കുക. എന്തെങ്കിലും പുതിയതായിട്ട് കേൾക്കുമ്പോൾ അത് പഠിക്കുക. കാരണം എന്താ, പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ പിന്നെയും അത് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു അവസ്ഥ വരരുത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പഠിച്ച് പോകുന്നല്ലേ നല്ലത്. പുതിയതായിട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഇൻട്രസ്റ്റോട് കൂടി അതിനെപ്പറ്റി നോക്കുക. എന്ന് വെച്ചാൽ പഴയതിനെ വിടരുത്. ഇൻ സം prokaryotes like cyanobacteria, there are other membranous extensions in the cytoplasm, that is chromatophores, which contain pigments. Cyanobacteria പോലെയുള്ള cyanobacteria, or we can call it as blue green algae. Okay, blue green algae എന്നും വിളിക്കും. And because they are having both the properties of a bacteria and the property of an algae. ഫോട്ടോസിന്തറ്റിക്കലി ഏബിൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ. ദേ ആർ ഹാവിങ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പിഗ്മെന്റ്സ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ട് ഇവർക്ക്. സോ ദേ ആർ acting like an algae, and also they are having a peptidoglycan cell wall that is a typical character of bacteria, so we call it as a cyanobacteria. അവർക്ക് ക്രോമാറ്റോഫോഴ്സും ഉണ്ട് സൈറ്റോപ്ലാസത്തിൽ എന്നാണ് പറയുന്നത്. ബാക്ടീരിയൽ സെൽസ് മേ ബി മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ. ബാക്ടീരിയാസ് ഒന്നെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സ്വന്തമായിട്ട് ചലിക്കാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചലിക്കാൻ സാധിക്കാത്ത ആൾക്കാരായിരിക്കാം. മോട്ടൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിരിക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, അവരുടെ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഈ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഇവരുടെ ബോഡീൻ്റെ പുറത്ത് കാണുന്ന ആള് ഫ്ലജല്ല. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ടീരിയനെ വരച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ വരയ്ക്കുന്നില്ലേ, അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ ഒരു വാല് പോലെ നീണ്ടിട്ട് വരയ്ക്കുന്നില്ലേ? സോ ദാറ്റ് ഈസ് ഫ്ലജല്ല. ഈ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫ്ലജല്ല, വലുതാണെങ്കിൽ ഫ്ലജല്ലി ആയിരിക്കും. ഓക്കെ, ഇനി ചില ബാക്ടീരിയസിനുണ്ട് ഒരുപാട് ബോഡി ഫുള്ള് വലിയ വലിയ ഫ്ലജല്ലാസ് ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ഫ്ലജല്ലയ്ക്ക് 3 പോർഷൻസ് ഉണ്ട്. ഇതാ ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ്. അതായത് ബാക്ടീരിയന്റെ ബോഡിയിലേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു ഭാഗം, പിന്നെ ആ ഒരു ഫിലമെന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്: ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. ഫ്ലജല്ല ഉണ്ട്. ബാക്ടീരിയാസ് either maybe it's motile or it may be non-motile. In motile forms, it is having a specialized structure called flagella, and flagella is having 3 parts: basal body, hook and filament. ഇത്രയേ ഉള്ളൂ. ഇനി അഡീഷണൽ കുറച്ച് സ്ട്രക്ചേഴ്സും കൂടി ഉണ്ട് that doesn't support for മോട്ടിലിറ്റിക്ക് ആവശ്യമായിട്ടില്ല. പിലിയോ ഉണ്ട്, അതുപോലെ തന്നെ ഫിംബ്രിയോ ഉണ്ട്. സോ ദേ ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് ഫ്ലജല്ല, പക്ഷെ ഫ്ലജല്ല അല്ല. അതായത് ചെറിയ ചെറിയ മെംബ്രേനസ് എക്സ്റ്റൻഷൻസ് ആയിരിക്കും. ദ ഫിലമെന്റ്സ് ഇസ് ദ ലോങ്സ്റ്റ് പോർഷൻ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ സർഫസ് ടു ദ ഔട്ട്സൈഡ്. സെൽ സർഫസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഏറ്റവും വലിയ സ്ട്രക്ചർ ഏതാണ്? അത് ഫ്ലജല്ലയാണ്. അടുത്തതായിട്ട് എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ ദാറ്റ് ഇസ് പിലി. ഓക്കെ, അത് ഫ്ലോട്ടിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ഹെയേഴ്സ് ആണ്, നമ്മുടെയൊക്കെ രോമങ്ങളില്ലേ അതുപോലെ. ആൻഡ് ഫിംബ്രിയെ സ്മോൾ ബ്രിസ്റ്റൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിംഗ് ഔട്ട് ഓഫ് ദ സെൽ, ആൻഡ് ഇറ്റ് സം ബാക്ടീരിയ ദേ ആർ നോൺ ടു ഹെൽപ്പ് attach the bacteria to rocks, streams and also to the host tissues. മാത്രമല്ല ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ,
അടുത്തതായിട്ട് സോ പ്രോകാരിയോട്ടിൻ എന്താ പഠിച്ചു? നമ്മൾ സെൽ വോൾ പഠിച്ചു ഇല്ലേ, അതിനൊരു മെംബ്രെയിൻ ഉണ്ടെന്ന് പഠിച്ചു. എവിടെ എത്തിയടാ അപ്പോൾ? പ്രോകാരിയോട്ടിക് സെല്ലിന്റെ കോമൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള അതിനെന്തൊക്കെയുണ്ട് നോക്കി, അതിന്റെ സൈസ്, ഷേപ്പ് അതൊക്കെ പറഞ്ഞു. ആൻഡ് ജസ്റ്റ് റൈബോസോം ഉണ്ടെന്ന് പറഞ്ഞു. നേക്കഡ് DNA ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ആൻഡ് സെൽ എൻവലപ്പ് എന്തൊക്കെയുണ്ട്? സെൽ എൻവലപ്പിന് ഒരു ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ഉണ്ട്, ആൻഡ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ആൻഡ് ഗ്ലൈക്കോകാലിക്സിന്റെ പ്രസൻസിലും ആബ്സെൻസിലും നമ്മൾ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഗ്ലൈക്കോകാലിക്സ് തന്നെ സ്ലൈം ലെയർ ആയിട്ടും അല്ലെങ്കിൽ എന്തായിട്ട് നിൽക്കാം, നമ്മുടെ ക്യാപ്സ്യൂളായിട്ടും സ്ലൈം ലെയർ ആയിട്ടും ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഔട്ടർ കവറിങ് ഓഫ് പ്രൊക്കാരിയോട്സ്. അടുത്തായിട്ട് നമുക്ക് പ്രൊക്കാരിയോട്ടിലുള്ള ഏക സെൽ ഓർഗനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് അല്ല കേട്ടോ, ആലോചിക്കണേ, റൈബോസോമിനെ പറ്റിയിട്ടും ഇൻക്ലൂഷൻ ബോഡീസിനെ പറ്റിയിട്ടും നോക്കാം. റൈബോസോം നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ എങ്ങനെയാടാ വരയ്ക്കുക? റൈബോസോം നമ്മൾ ഇങ്ങനെ ഒരു ബർഗർ ബണ്ണ് കമത്തി വെച്ചോണല്ലേ വരയ്ക്കുക, ആദ്യം മുകളിലൊന്ന് പിന്നെ താഴെ ഒന്ന്, ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ റൈബോസോം വരയ്ക്കുക? യെസ്, റൈബോസോം 2 സബ് യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുക. ആൻഡ് റൈബോസോം എന്തിനാണ്? പ്രോട്ടീൻ സിന്തസിസിനാണുള്ളത്. റൈബോസോമിന് ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. യൂക്കാരിയോട്സിലെ റൈബോസോമിനെ നമ്മൾ 80S റൈബോസോം എന്നാണ് പറയുക. ആൻഡ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ഇറ്റ് 70S റൈബോസോം ആണ് പ്രോകാരിയോട്സിൽ. ഈ 70S തന്നെ 50S ആയിട്ടുള്ള ലാർജർ സബ് യൂണിറ്റും 30S ആയിട്ടുള്ള സ്മോളർ സബ് യൂണിറ്റും ആണുള്ളത്. ഇനി 15 13 കൂട്ടിയാൽ 80 ആണല്ലോ, 70 അല്ല എന്നൊന്നും പറയരുത്. അത് കൂട്ടിയിട്ടല്ല, നമ്മളല്ലാതെ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് റൈബോസോമിനെ പ്രോകാരിയോട്ടിൽ 70S ആൻഡ് S ഫോർ സിഡ്ബർഗ് യൂണിറ്റ്സ് ആൻഡ് 50S ഫോർ ലാർജർ സബ് യൂണിറ്റ്, 30S ഫോർ സ്മോളർ സബ് യൂണിറ്റ്. Site of protein synthesis, and we know that, and it is associated with the plasma membrane. സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റൈബോസോംസിനെ പ്രോകാരിയോട്സിൽ കാണാൻ പറ്റുന്നത്. Several ribosome may attach a single mRNA and form a chain called polyribosomes. നിങ്ങൾ +2 നിങ്ങൾ ട്രാൻസ്ലേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത്, ട്രാൻസ്ലേഷൻ ഇസ് നത്തിങ് ബട്ട് ദ പ്രോട്ടീൻ സിന്തസിസ്, ഓക്കെ, അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും mRNA സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുമ്പം ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഈസ് ഓൾസോ കപ്പിൾഡ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്. അതായത് mRNA സിന്തസിസ് നടക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ സിന്തസിസും നടക്കാം. നമുക്ക് ഒരു ബ്ലാങ്ക് സ്ലൈഡ് വേണമല്ലോ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ mRNA ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആൻഡ് ദ റൈബോസോംസ് വിൽ കം ആൻഡ് ബൈൻഡ് ടു ദ mRNA. ഒരു റൈബോസോം വരാം, ഒന്നിലധികം റൈബോസോം വരാം. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് പോളിറൈബോസോം ഓർ പോളിസോംസ്. ഓക്കെ, ഒരുപാട് റൈബോസോം വന്നിട്ട് ഇവിടുന്ന് പ്രോട്ടീൻസിനെ ഉണ്ടാക്കാം. ഓക്കെ, ബിക്കോസ് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിനകത്തുണ്ടാവുന്ന mRNA ന്യൂക്ലിയസിന് പുറത്ത് പോയി സൈറ്റോപ്ലാസത്തിൽ എത്തണം ഇൻ കേസ് ഓഫ് യൂക്കാരിയോട്സ്, റൈബോസോമിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. പക്ഷേ ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് അവർക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ നിന്നും അവിടെ നിന്നും mRNA ഉണ്ടാവുന്ന ആ സമയത്ത് തന്നെ റൈബോസോമിന് അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ഒരു റൈബോസോം അല്ല, ഒന്നിലധികം റൈബോസോമിന് വരാം. Form a chain called polyribosomes, or simply we can call it as a polysome. The ribosome of the polysome translate the mRNA translate ചെയ്യും and synthesize the proteins. സോ എന്താ പഠിച്ചത്? ഇപ്പോൾ റൈബോസോം ഉണ്ട്, 70S ഉണ്ട്, 50S 30S ആയിട്ട് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ആണ്, പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവർ കാണുക. ആൻഡ് പോളിസോമായിട്ടും ട്രാൻസ്ലേഷൻ നടത്തും. ഇൻക്ലൂഷൻ ബോഡീസ് അടുത്തത് പ്രൊക്കാരിയോട്സിൽ ലാസ്റ്റ് ആണ്. ഇൻക്ലൂഷൻ ബോഡീസ്, ദേ ആർ ദ റിസർവ് മെറ്റീരിയൽ ഇൻ പ്രൊക്കാരിയോട്ട് സെൽസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ സൈറ്റോപ്ലാസം ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ് ആയിട്ടാണ് സൈറ്റോപ്ലാസത്തിൽ അവർ സ്റ്റോർ ചെയ്യുന്നത്. And not bound by a membrane system and life free in the cytoplasm. Membrane bound cell organelles ഇല്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടാണ് അവർ കിടക്കുന്നത്. എക്സാമ്പിൾ എന്താ? ഫോസ്ഫേറ്റിക് ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. സോ ഇതൊക്കെ ഗ്രാന്യൂൾസ് ആയിട്ട് തരി പോലെ അതുപോലെ കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ. സോ ദീസ് ആർ ഇൻക്ലൂഷൻ ബോഡീസ്. ആൻഡ് ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് പർപ്പിൾ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അതായത് അതൊരു എക്സ്ട്രാ ആയിട്ട് കൊടുത്തതാണ്. ഗ്യാസ് വാക്യൂൾസ്
ഉണ്ടാവാം. ഈ ഇൻക്ലൂഷൻ ബോഡീസ് റൈബോസോമിനൊക്കെ പുറമെയാണ് പറഞ്ഞത് ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഈ ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ ഇറ്റ്സ് നത്തിങ് ബട്ട് ദി സൈനോബാക്ടീരിയ. ഓക്കെ, ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇനി യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പം നമ്മൾ പ്രോകാരിയോട്ടിക് സെൽസ് ഒക്കെ സെറ്റാക്കി വെച്ചല്ലോ. അടുത്ത യൂക്കാരിയോട്ടിക് സെൽസ് ആണ്. ആൻഡ് മെജോറിറ്റി ഓഫ് ദിസ് ചാപ്റ്റർ ഇസ് കവേർഡ് ബൈ ദിസ് യൂക്കാരിയോട്ടിക് സെൽസ്. അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഓർഗനൽസ് ഉള്ള ഗ്രൂപ്പാണ് യൂക്കാരിയോട്സ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. നമുക്കും യൂക്കാരിയോട്ടിക് സെൽസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.